2012 മെയ് മാസം 23 തീയതി മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിൽ പെൻതെക്സ്കീല കാട്ടിൽ നിന്നും പാതിയിലേറെ കത്തിക്കരിഞ്ഞ ഒരു മൃതദേഹം കണ്ടെടുത്തു. തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചില എല്ലിൻ കഷ്ണങ്ങളും കത്തിക്കരിഞ്ഞ മാംസ കഷ്ണങ്ങളുമല്ലാതെ മറ്റൊന്നും ആ മൃതശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യമായ അന്വേഷണങ്ങളൊന്നും അതിൻ്റെ പേരിൽ നടന്നുമില്ല. 3 വർഷങ്ങൾക്ക് ശേഷം ശ്യാംവർ റായ് എന്നൊരാൾ പോലീസിന്റെ പിടിയിലായി. അനധികൃതമായി തോക്കുകൾ കൈവശം വെച്ചു എന്നായിരുന്നു അയാൾക്കെതിരെയുള്ള കേസ്. ചോദ്യം ചെയ്യുന്നതിനിടയിൽ അയാൾ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി നടത്തി. 3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഷീന ബോറയുടെ കൊലപാതകത്തിലും അയാൾക്ക് പങ്കുണ്ടായിരുന്നു. മറ്റു 2 പേർ കൂടി ചേർന്നാണ് ആ കൊലപാതകം നിർവഹിച്ചതെന്ന് കൂടി പറഞ്ഞതോടെ 3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയാൻ തുടങ്ങി. ഷീന ബോറ മീഡിയ രംഗത്തേറെ പ്രശസ്തയായ ഇന്ദ്രാണി മുഖർജിയുടെ മകളായി. 2012 ഏപ്രിൽ മാസം 24 തീയതി മുതലാണ് അവളെ കാണാതാകുന്നത്. അവൾ വിദേശത്ത് ഉപരിപഠനത്തിന് പോയിരുന്നുവെന്നാണ് ഇന്ദ്രാണി മുഖർജി പോലീസിന് നൽകിയ മൊഴി. എന്നാൽ അവളുടെ കാമുകൻ രാഹുൽ മുഖർജി അങ്ങനെ വിശ്വസിച്ചില്ല. അയാളുടെ പരാതിയെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഇന്ദ്രാണി മുഖർജിയുടെ വാളയിലുള്ള വീട്ടിലെ ജോലിക്കാരും അമേരിക്കയിൽ അവൾ ഉപരിപഠനത്തിന് പോയിരുന്നുവെന്നാണ് മൊഴി നൽകിയത്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായ അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കാൻ പോലും പോലീസ് മുതിർന്നില്ല. അതേസമയം റായ്ഗഡിലെ വനാന്തരത്തിൽ നിന്ന് ലഭിച്ച മൃതശരീരം ആരുടേതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ മറ്റനേകം തെളിയിക്കപ്പെടാത്ത കേസ് ഫയലുകൾക്കൊപ്പം ആ ഫയലും മാറ്റിവെച്ചു. നിഷ്ഠൂരമായ കൊലപാതകത്തിന്റെ ശേഷിപ്പായിരുന്നു ആ മൃതശരീരമെന്ന് പോലീസിന് അറിയാമായിരുന്നു. കുറ്റവാളിയുടെ അരിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന യാതൊരു തെളിവുകളും അന്ന് ലഭിച്ചിരുന്നില്ല. എന്നാൽ ശ്യാംവർ റായിയുടെ വെളിപ്പെടുത്തൽ തെളിയിക്കപ്പെടാതെ ഉപേക്ഷിക്കപ്പെട്ട ആ കൊലപാതകത്തിന്റെ പുനരന്വേഷണത്തിന് തുടക്കം കുറിച്ചു. അതോടെ ശ്യാംവർ റായ്ക്ക് പുറമെ ഇന്ദ്രാണി മുഖർജിയും അവരുടെ മുൻ ഭർത്താവ് സഞ്ജീവ് ഖന്നയെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ അന്വേഷണ ആരംഭം മുതൽ ഇന്ദ്രാണി മുഖർജി കുറ്റം നിഷേധിക്കുക മാത്രമല്ല, ഷീന ബോറ ജീവിച്ചിരിപ്പുണ്ടെന്ന് തറപ്പിച്ച് പറയുകയും ചെയ്തു. ഡ്രൈവറുടെ വെളിപ്പെടുത്തലിന് ശേഷം 3 മാസത്തോളം ഇന്ദ്രാണി മുഖർജിയും സഞ്ജീവ് ഖന്നയെയും നിരീക്ഷിച്ചതിന് ശേഷമാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തത്. വിനോദത്തിനെന്ന വ്യാജേനയാണ് റായ്ഗഡിലുള്ള ആ കാട്ടിലേക്ക് അവരെ കൊണ്ടുപോകുന്നത് തെളിവെടുക്കുന്നത്. തെളിവുകളെല്ലാം ഇന്ദ്രാണി മുഖർജിക്ക് എതിരാണെങ്കിൽ പോലും അവർ ഇന്നും തറപ്പിച്ച് പറയുന്നു ഷീന ബോറയെ അവർ കൊന്നിട്ടില്ലായിരുന്നു. 2012 ഏപ്രിൽ മാസം 24 തീയതി ഇന്ദ്രാണി മുഖർജിയെ കാണുന്നതിന് ഷീന ബോറയെ കാറിലെത്തിച്ചത് താനാണെന്ന് രാഹുൽ മുഖർജി പറയുന്നു. ഇന്ദ്രാണി മുഖർജിയെയും ഡ്രൈവറെയും കൂടാതെ മറ്റൊരാൾ കൂടി ആ കാറിൽ ഉണ്ടായിരുന്നുവെന്ന് രാഹുൽ മുഖർജി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ മറ്റൊരാൾ ഒരുപക്ഷെ സഞ്ജീവ് ഖന്നയായിരിക്കണം. യഥാർത്ഥത്തിൽ ഈ സഞ്ജീവ് ഖന്ന ഇന്ദ്രാണി മുഖർജിയുടെ 2ാമത്തെ ഭർത്താവായി. അവരുടെ ആദ്യത്തെ ഭർത്താവ് സിദ്ധാർത്ഥ ദാസ് ആയിരുന്നു. സിദ്ധാർത്ഥ ദാസ് താനാണ് ഷീന മുഖർജിയുടെ പിതാവ് എന്ന അവകാശവാദം കോടതിയിൽ ഉന്നയിച്ചു. എന്നാൽ ഇന്ദ്രാണി മുഖർജി അത് വഹിച്ചു കൊടുത്തില്ല. അപ്പോൾ പിന്നെ ആരാണ് ഷീന ബോറയുടെ പിതാവ്? അതിനുമുണ്ട് ഇന്ദ്രാണി മുഖർജിയുടെ പക്കൽ ഒരു തരം. ഉപേന്ദ്രകുമാർ ബോറയുടെയും ദുർഗാറാണിയുടെയും മകളായി ജനിച്ച പേരി ബോറ എന്ന പെൺകുട്ടിയിൽ നിന്നും ഇന്ദ്രാണി മുഖർജി എന്ന കൊലപാതകിയിലേക്കുള്ള ദൂരം അത്രയും സംഭവബഹുലമാണ്. മദ്യപാനിയായ അച്ഛൻ അവളെ അസഹ്യമായ രീതിയിൽ ഉപദ്രവിക്കുകയായിരുന്നു. എന്നാൽ അവൾ നല്ലവണ്ണം പഠിക്കുമായിരുന്നു. സുനിശ്ചിതമായ ഒരു ലക്ഷ്യബോധം അവൾക്കുണ്ടായിരുന്നു. ഭാവികാല ജീവിത വിജയം അവൾ എന്നും സ്വപ്നം കണ്ടു. 1986 സിദ്ധാർത്ഥദാസിനെ അവൾ വിവാഹം കഴിക്കുന്നു. ആ ദാമ്പത്യ ജീവിതത്തിൽ പിറന്നതാണ് ഷീന ബോറ എന്ന മകളും മിഖായേൽ എന്ന മകനും. എന്നാൽ ഇന്ദ്രാണി മുഖർജി പറയുന്നത് ഷീന ബോറ സിദ്ധാർത്ഥദാസിന്റെ മകളല്ല എന്നാണ്.
മദ്യപാനിയായ അച്ഛൻ അവളെ 2 തവണ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്നും ഷീന ബോറയുടെ പിതാവ് സ്വന്തം പിതാവാണെന്നുമാണ് ഇന്ദ്രാണി മുഖർജി പറയുന്നത്. പിതാവിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടിയാണ് അവൾ കൽക്കത്തയ്ക്ക് പുറപ്പെട്ടത്. കുട്ടികളെ മാതാപിതാക്കൾക്ക് വിട്ടുകൊടുത്ത് കൽക്കത്തയിൽ എത്തിച്ചേർന്ന അവൾ സഞ്ജീവ് ഖന്ന എന്നയാളെ വിവാഹം കഴിക്കുന്നു. ആ ദാമ്പത്യ ജീവിതത്തിൽ വിധിയെന്ന ഒരു മകളും അവർക്കുണ്ടായി. എന്നാൽ ആ വിവാഹബന്ധവും അധികനാള് നിലനിന്നില്ല. പിന്നീടാണ് പീറ്റർ മുഖർജിയെ കണ്ടുമുട്ടുന്നതും വിവാഹിതരാകുന്നതും. പീറ്റർ മുഖർജിക്ക് തന്റെ ആദ്യ ഭാര്യയിൽ ജനിച്ച മകനാണ് രാഹുൽ മുഖർജി. രാഹുൽ മുഖർജിയും ഷീന ബോറയും തമ്മിലുണ്ടായിരുന്ന പ്രണയബന്ധം അംഗീകരിക്കാൻ കഴിയാതെ വന്നതാണ് ഇന്ദ്രാണി മുഖർജിയെ ഒരു കൊലപാതകിയാക്കാൻ കാരണമെന്ന് പോലീസ് പറയുന്നു. 2015 സെപ്റ്റംബർ മാസം ഷീന ബോറ കൊലക്കേസ് ബോംബെ പോലീസ് CBIക്ക് വിട്ടു. പോലീസിന്റെയും CBIയുടെയും കണ്ടെത്തലുകൾ ഒന്നുതന്നെ ആയിരുന്നുവെങ്കിൽ പോലും പീറ്റർ മുഖർജിക്കും ഈ കേസിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി CBI പീറ്റർ മുഖർജിയെയും അറസ്റ്റ് ചെയ്യുന്നു. ഏപ്രിൽ മാസം 24 ഇന്ദ്രാണി മുഖർജിക്കും സഞ്ജീവ് ഖന്നയ്ക്കുമൊപ്പം യാത്രയാരംഭിച്ച കാറിന്റെ പിൻസീറ്റിലാണ് ഷീന ബോറ ഇരുന്നത്. ബാന്ദ്രയിലെ ഒരു ഇടവഴിയിൽ വെച്ച് സഞ്ജീവ് ഖന്നയാണ് അവളെ കഴുത്ത് ഞെരിച്ചു കൊന്നത്. ശേഷം ഷീന ബോറയുടെ മൃതശരീരം വാർലയിലുള്ള ഇന്ദ്രാണി മുഖർജിയുടെ വസതിയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് അവളുടെ ശരീരം ഒരു ബാഗിലാക്കി കാറിന്റെ ഡിക്കിയിലിട്ടു. പിറ്റേന്ന് പുലർച്ചെ 4 മണിക്ക് അവളുടെ ശരീരം റായ്ഗഡിലെ വനത്തിൽ എത്തിക്കുന്നതിനിടയിൽ പോലീസ് പരിശോധന ഭയന്ന് ആ മൃതശരീരം സഞ്ജീവ് ഖന്നയുടെയും ഇന്ദ്രാണിയുടെയും ഇടയ്ക്ക് ഇരുത്തിയാണ് യാത്ര തുടർന്നതെന്ന് ഡ്രൈവർ പറയുന്നു. കാറിൽ നിന്നും ഇറക്കിയ മൃതദേഹം വീണ്ടും ബാഗിൽ നിറച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞു. യാതൊരു തെളിവുകളും അവശേഷിക്കാതെ ആസൂത്രണം ചെയ്ത ഈ കൊലപാതകത്തിൽ ഇന്ദ്രാണി മുഖർജിക്ക് പറ്റിയ ഒരു പിഴവാണ് ഡ്രൈവർ ശ്യാംവർ റായ്. അയാളെ കൂടി ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും തെളിയിക്കപ്പെടാത്ത ഒരു കേസായി ഇത് നിലനിൽക്കുമായിരുന്നു. ഇവിടെ മറ്റൊരു സംശയം കൂടി നിഴലിക്കുന്നു. ഇന്ദ്രാണി മുഖർജിയെ കുടുക്കുവാൻ വേണ്ടി ശ്യാംവർ റായ് മനഃപൂർവ്വം പോലീസിന് പിടിക്കുന്നതാണ്. കാരണം ശത്രുക്കളുടെ ഒരു നീണ്ട നിര തന്നെ ഇന്ദ്രാണി മുഖർജിക്ക് ഉണ്ടായിരുന്നു. ഔദ്യോഗിക രംഗത്ത് അവർക്ക് ഒട്ടനവധി ശത്രുക്കൾ വേറെ ഉണ്ടായിരുന്നു. കാരണം കാണിക്കൽ നോട്ടീസ് പോലും കൊടുക്കാതെ ഒട്ടനവധി കീഴ്ജീവനക്കാരെ അവൾ പിരിച്ചുവിട്ടിരുന്നു. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇന്ദ്രാണി മുഖർജി പറയുന്നതിൽ എന്തോ ഒരു കഴമ്പുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് കാലം തന്നെ തെളിയിക്കട്ടെ.